പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മള് നേരെ കോന്നിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഇസിക്കുട്ടൻ്റെ ആദ്യമായിട്ടാണ് നമ്മള് ബൈക്കിന് കോന്നിക്ക് പോകുന്നത്. അപ്പൊ ഇസിക്കുട്ടൻ എങ്ങനെ ബൈക്ക് റൈഡൊക്കെ ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് അറിയത്തില്ല നമുക്ക്. കാരണം നമ്മൾ ലോക്കൽ ഓട്ടോ ഒക്കെ ഇസിക്കുട്ടനെ കൊണ്ട് ഇങ്ങനെ കൂടുതൽ ബൈക്ക് കൂടുതൽ ഒരു 2 കിലോമീറ്റർ അല്ലെങ്കിൽ 3 കിലോമീറ്റർ. ഇപ്പം ചെങ്ങന്നൂർ ടു കോന്നി ഏകദേശം 40 കിലോമീറ്റർ ഉണ്ട്. 45 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പം അതെങ്ങനെ ഇസിക്കുട്ടൻ ബൈക്കിൽ പോകുമ്പോൾ അവൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയത്തില്ല. ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. കാരണം നമുക്ക് പല ലോങ് റൈഡുകൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവനെ ബൈക്കിന് പോകാനുള്ള. അപ്പം അതിൻ്റെ ട്രയൽ റൺ പോലെ ഞങ്ങൾ ജസ്റ്റ് നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പത്തനംതിട്ടയിൽ നിന്ന് കോന്നിക്ക് പോകുന്ന വഴിക്ക് കേട്ടോ. അപ്പോൾ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഇസുക്കിട്ട ഇപ്പോഴാണ് എണ്ണീച്ചത്. ഇസുക്കിട്ട നമ്മളെവിടെ ഇസുക്കിട്ട പോകുന്നത്? ഉറക്കത്തില്ല കേട്ടോ. ഉറക്കത്തിൻ്റെ കള്ളച്ചിരിയാ കള്ളച്ചെറുക്ക. അപ്പോൾ ഞങ്ങളങ്ങനെ പകുതി വഴിയിലായിട്ടുണ്ട്. നമ്മൾ 8:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇപ്പോൾ സമയം ഏകദേശം 9:15 അപ്പം വെയിൽ കട്ടിയാകുന്നതിന് മുമ്പ് ഞങ്ങൾ നേരെ ഓടി വീട്ടിൽ ചെല്ലട്ടെ. അപ്പം പോകുന്ന വഴിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ നമ്മളങ്ങനെ കല്ലേലി ആയിട്ടുണ്ട്. അപ്പം കല്ലേലിയിലേക്കുള്ള എൻട്രി എത്ര എന്ന് പറഞ്ഞാലും തേക്ക് തോട്ടമാണ്. നമ്മൾ എന്ന് വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ ഈ തേക്ക് തോട്ടത്തിലൂടെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാറുണ്ട്. ഇപ്പോൾ ഇലയെല്ലാം പൊഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരു ഭംഗിയില്ലെന്ന് തോന്നുന്നു കാണാൻ അല്ലേ. നമുക്ക് തേക്ക് തോട്ടം കൂപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. കണ്ട ഇസുക്കുട്ടൻ വെള്ളം തുടങ്ങി. ഇസുക്കുട്ടൻ്റെ പ്രശ്നം എന്താ ചോദിക്കാം നമുക്ക്. ഇസുക്കുട്ട് മൊത്തം ചൂടെടുക്കുന്നു. മിസ്സിനെ മൊത്തം ജാക്കറ്റിനകത്ത് പൊതിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്. കണ്ട ഈ അലപ്പ അവന് കണ്ണ് കാണുന്നില്ലടി, അതാടി. കണ്ട വണ്ടിയിൽ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിൽ ഇങ്ങനെ ഇന്ന് തുള്ളിക്കൊണ്ടിരിക്കണം അവന് കേട്ടോ. അതാ പ്രശ്നം അവൻ്റെ. അപ്പോൾ അവൻ്റെ ഒരു പ്രശ്നം അതാണ്. കാരണം ഉണർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടിയിൽ അവൻ ഇങ്ങനെ ഇന്നിച്ചിരിക്കണം. കണ്ട ഇന്നിച്ചിങ്ങനെ ഇന്നേ തുള്ളിക്കൊണ്ടിരിക്കണം. അതാണ് ആശാൻ്റെ പ്രശ്നം. കണ്ട അപ്പം പോകാൻ നമുക്ക് വീട്ടിലോട്ട് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ബൈക്കിനാണ് വരുന്നതെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിനുള്ള വഴക്ക് വേറെ കഴിപ്പിക്കാം. കേട്ടില്ല എന്താ അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ജിത്തുവും കുഞ്ഞും ഇറങ്ങി ഇവിടെ ഇങ്ങനെ നമ്മൾ മേളടി കാണുന്ന കയറ്റം കയറി പോകണം നമ്മൾ മേലോട്ട്. അപ്പം ജിത്തുവിനെയും ഇസുവിനെയും ഇവിടെ ഇറക്കാം നമ്മൾ. ഞാൻ വണ്ടി ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇസുവിനെയും കൊണ്ട് നമ്മൾ ചെല്ലുന്ന കാര്യം മമ്മിക്ക് അറിയാം. പക്ഷേ എങ്കിലും ബൈക്കിനാണ് ചെല്ലുന്നത് അറിയത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടായിരിക്കുന്നുണ്ട്. ഇച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഇച്ചു റൈഡ്? ഇച്ചു ബൈക്ക് റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഇച്ചു? സൂപ്പറായിരുന്നു ഇച്ചു. സൂപ്പറായിരുന്നു. ഇച്ചിന്റെ ജാക്കറ്റ് കാണിച്ചെല്ലാര്. കണ്ടോ ഇച്ചിരി ജാക്കറ്റ് കണ്ടോ? ഇച്ചിന്റെ ജാക്കറ്റ്. അടുത്ത ട്രിപ്പ് പോകണം നമുക്കിനി. ഇനി ഇവിടെ പോകണ്ടേ? വലിയ കുഴപ്പമില്ലാതെ എത്തി. അവൻ പകുതി സമയം ഉറക്കമായിരുന്നു. അവൻ സേഫായിട്ട് മടിക്കിടന്ന് ഉറങ്ങി. പിന്നെ കോന്നി എടുക്കാറായപ്പോഴാണ് ഉണർന്നത്. ഉണർന്നു കഴിഞ്ഞപ്പോൾ അവൻ പുറകിൽ നിന്ന് തുള്ളാൻ തുടങ്ങി. അവനെ പുറത്തൊന്നും കാണുന്നത് ഞാൻ മുന്നിൽ ഇരുന്ന പിന്നെ അവനൊന്നും കാണത്തില്ല പുറകിൽ. അതുകൊണ്ട് അവൻ കിടന്ന് തുള്ളാൻ തുടങ്ങിയത്.
അപ്പോൾ റൈഡ് ഇങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അവൻ വലിയ സീനൊന്നും ഉണ്ടാക്കിയില്ല. അവൻ ആ പാടെയുള്ള ഈ കോന്നി എടുക്കാറ പിന്നെ രണ്ട് തുള്ളിയെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ കുഴപ്പങ്ങളൊന്നും. പിന്നെ വണ്ടി നിർത്താൻ സമ്മതിച്ചില്ല അവൻ. വെച്ചാൽ ജാക്കറ്റിൻ്റെ ചൂട് ഭയങ്കരമായിരുന്നു, അവൻ ഇട്ടേക്കുന്നതിന് നല്ല ചൂടുണ്ട്, അപ്പം അതുകൊണ്ട് അങ്ങനെ നിർത്താനങ്ങ് സമ്മതിച്ചില്ല. പിന്നെ വേറെ കുഴപ്പമില്ല, ഹിമാലയൻ ആയതുകൊണ്ട് പിന്നെ വലിയ ബോഡി പെയിനോ കാര്യങ്ങളൊന്നും ചിത്തൊന്നുമില്ല, ബാക്ക് പെയിൻ ഒന്നുമില്ല. നമ്മൾ ലഗേജ് എല്ലാം വെച്ച് കെട്ടി ഫുൾ സെറ്റായിട്ടാണ് വന്നത്. നമ്മുടെ ലഗേജ് ഇങ്ങനെ ആയിരുന്നു കണ്ടോ, ലഗേജ് ബാഗ് വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ബാഗ്, ജിത്തുവിൻ്റെ ബാഗ് ഉണ്ടായിരുന്നു. 2 ബാഗും ഇത്ര ലഗേജും ഹെൽമെറ്റും വെച്ച് ഞങ്ങൾ വന്നതാണ്. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.